ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നിർച്ചർ എന്ന രാംകുമാർ വർമ്മയുടെ ഒരു കവിതയാണ്. ഇതൊരു ഛായാവാദി കവിതയാണ്. അതായത് പ്രേമത്തെയും വിരഹത്തെയും പ്രകൃതിയെയും കുറിച്ചൊക്കെ പറയുന്ന കവിതകളെയാണ് ഛായാവാദി കവിതകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. നിർച്ചർ എന്നതിൻ്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. നോക്കാം. അരേ നിർജൻ വൻകെ നിർമ്മൽ നിർച്ചർ. ഓ വിജനമായ വനത്തിലെ ശുദ്ധമായ വെള്ളച്ചാട്ടമേ. ഇസ് ഏകാന്ത് പ്രാന്ത് പ്രാങ്കൺമേ. ഈ ശാന്തവും ഏകാന്തവുമായ ഈ പ്രദേശത്തില് കിസേ സുനാത്തെ സുമധുർ സ്വർ. നിന്റെ മധുരമായ സ്വരം നീ ആരെയാണ് കേൾപ്പിക്കുന്നത്? അരേ നിർജൻ വൻകെ നിർമ്മൽ നിർച്ചർ. വീണ്ടും കവി പറയുകയാണ്, ഓ വിജനമായ വനത്തിലെ ശുദ്ധമായ വെള്ളച്ചാട്ടമേ, നീ നിന്റെ മധുര സ്വരം ആരെയാണ് കേൾപ്പിക്കുന്നത്? അപ്ന ഊഞ്ചാ സ്ഥാൻ ത്യാഗക്കർ. ഉയരത്തിലുള്ള നിന്റെ സ്ഥാനം ഉപേക്ഷിച്ച്. വെള്ളച്ചാട്ടം എങ്ങനെയാണെന്ന് നമുക്കറിയാലേ, വലിയ മലയുടെ പാറയുടെ ഒക്കെ മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത്. അതാണ് പറയുന്നത്, ഉയരമായ സ്ഥാനം ഉപേക്ഷിച്ച്. തോം കർത്തേഹോ അധപതൻ. നീ എന്തിനാണ് അധപതിക്കുന്നത്? അതായത് നീ എന്തിനാണ് താഴേക്ക് വരുന്നത്? കോൻ തുമാര വഹ് പ്രേമേഹി. ആരാണ് നിന്റെ പ്രിയപ്പെട്ടവൻ? ജിസേ ഗോജത്തേഹോ വൻ വൻ. ആരെയാണ് നീ വനത്തില് അന്വേഷിച്ച് നടക്കുന്നത്? നിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് നീ ആരെയാണ് അന്വേഷിച്ച് നടക്കുന്നത്? ഈ പാരഗ്രാഫില് രാംകുമാർ വർമ്മ എന്താണ് പറയുന്നത്? ഈ വിജനമായ വനത്തിലെ ശുദ്ധമായ വെള്ളച്ചാട്ടത്തോട് കവി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ശാന്തവും ഏകാന്തവുമായ ഈ വനപ്രദേശത്ത് നീ നിന്റെ മധുരമായ ശബ്ദം ആരെയാണ് കേൾപ്പിക്കുന്നത്? ഉയരത്തിലുള്ള നിന്റെ സ്ഥാനം ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് നീ താഴേക്ക് വരുന്നത്? നിന്റെ പ്രിയപ്പെട്ടവൻ ആരാണ്? നീ ആരെയാണ് ഈ വനത്തിൽ അന്വേഷിക്കുന്നത് എന്നൊക്കെയാണ് കവി ചോദിക്കുന്നത്. അടുത്ത പേജ് നോക്കാം. വിരഹവ്യഥാമേം അശ്രുബഹാക്കർ. വിരഹവേദനയിൽ, വിരഹദുഃഖത്തിൽ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട്. അശ്രുബഹാന എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ഒഴുക്കുക. ഈ വിരഹമായ വേദനയിൽ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട്. ജൽമൈക്കർ ഢാല സപ്തൻ. നിന്റെ ശരീരം മുഴുവൻ വെള്ളം നനച്ചുകൊണ്ട്. അതായത് വെള്ളച്ചാട്ടത്തെ വിരഹിയുടെ കണ്ണുനീർ പോലെയാണ് കവി ഇവിടെ സങ്കല്പിക്കുന്നത്. ക്യാ ധോനേക്കോ ചലേ സ്വയം. സ്വയം കഴുകിക്കളയാനാണോ നീ പോകുന്നത്? അവിദിത് പ്രേമിക്ക് പത് രചുക്കൺ. നിന്റെ അറിയപ്പെടാത്ത ആ പ്രിയതമയുടെ കാലിലെ പൊടി കഴുകാനാണോ നീ ഇങ്ങനെ ഒഴുകുന്നതെന്ന് കവി ചോദിക്കുകയാണ്. ലഘു പാഷാണോങ്കെ ടുക്കടേ ഭി. ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ പോലും തുംഗോ ദേത്തെ ഹൈ ടോക്കർ. നിനക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് ചെറുതായിട്ട്. അതാണ് ഇവിടെ കവി പറയുന്നത്. ഷൻ ബർഹി അവിജൽ ഹോക്കർ. ഒരു നിമിഷം നീ അവിടെ നിശ്ചലമായി നിന്നു പോകുന്നു. നീ ആ കല്ലിൻ്റെ അവിടെ ഒന്ന് നിന്നു പോകുന്നു. കമ്പിത് ഹോത്തേഹോ ഗതി ഘോക്കർ. നിന്റെ വേഗത നഷ്ടപ്പെട്ട് നീ വിറയ്ക്കുന്നു. അതായത് ഒരു കല്ലിൻ്റെ കഷ്ണം അത് ഒഴുകി വരുന്ന സമയത്ത് അത് തട്ടി നിൽക്കുമ്പോൾ അതിനെന്താണ് തടസ്സം ഉണ്ടാകുന്നു. അങ്ങനെ നീ വിറയ്ക്കുന്നു എന്നാണ് പറയുന്നത് കവി. ലഘു ലഹരോംകെ കമ്പിത് കർസേ. ചെറിയ തിരകളുടെ വിറയുന്ന കൈകളാൽ. തിരകളെ മനുഷ്യരുടെ കൈകളായി ഇവിടെ കവി സങ്കല്പിച്ച് പറയുകയാണ്. ചെറിയ തിരകളുടെ വിറയ്ക്കുന്ന കൈകളാൽ. കർത്തേ ഉത്സുക ആലിംഗൻ. ആ വിറയ്ക്കുന്ന കൈകളാൽ ആകാംക്ഷയോടെ ആലിംഗനം ചെയ്യുന്നു. നിന്റെ പ്രണയിനിയെ ആലിംഗനം ചെയ്യുന്നു. കോൻ തുമേ പത് ബദലാത്താഹേ. നിനക്ക് വഴി കാണിച്ചു തരുന്നത് ആരാണ്? മൗൻ ഗഡേ ഹൈൻ സബ് തരുകൻ. എല്ലാ മരങ്ങളും മൗനമായി നിൽക്കുന്നു. അവിജൽ ചൽ ജൽക്ക ചൽചൽ. തടസ്സമില്ലാതെ ഒഴുകുക ജലത്തിൻ്റെ ചൽചൽ ശബ്ദത്തോടെ. ഗിരി പർ ഗിരിഗിരി കർ കൾകൾ സ്വർ. പാറയിൽ പതിച്ചുകൊണ്ട് കളകള ശബ്ദമുയർത്തി. പൽ പൽമേം പ്രേമിക്കേ മന്മേം. ഓരോ നിമിഷവും പ്രണയിനിയുടെ ഹൃദയത്തിൽ. ഗൂഞ്ചേ ഓ വിരഹി നിർച്ചർ. ഓ വിരഹിയായ വെള്ളച്ചാട്ടമേ, നിന്റെ ശബ്ദം എന്നും
മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. കവി ഈ കവിതയിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ വിരഹത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ഈ കവിതയുടെ താഴെ തന്നിരിക്കുന്ന ഏക് ചലക് എന്നത് നോക്കാം. ഏക് ചലക് എന്നാൽ ഒരു നേർക്കാഴ്ച എന്നാണ് അർത്ഥം. പ്രേം ഔർ വിരഹ് കാ മാർമിക ചിത്രൻ ഛായാവാദി കവിത കാ സൗന്ദര്യ ഹേ. പ്രണയവും വിരഹവും ഹൃദയസ്പർശിയായി ചിത്രീകരിക്കുന്നതാണ് ഛായാവാദി കവിതയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. ഛായാവാദ് മേ വിരഹ് പ്രേം കി കസൗട്ടി ഹേ. ഛായാവാദി കവിതയിൽ വിരഹമാണ് യഥാർത്ഥ പ്രണയത്തിൻ്റെ പരീക്ഷണക്കല്ല്. അതായത് വേർപാടിലും നിലനിൽക്കുന്ന പ്രണയമാണ് യഥാർത്ഥ प्रणयम. अंतर्मन की अनुभूतियों को प्रकृति के माध्यम से रंग देकर ഛായാവാദി കവി ചിത്രാത്മക വർണ്ണൻ കർത്തേ ഹൈ. ഛായാവാദി കവികൾ തങ്ങളുടെ അന്തരംഗ വികാരങ്ങളെ പ്രകൃതിയുടെ സഹായത്തോടെ മനോഹരമായി ചിത്രീകരിക്കുന്നു. പ്രകൃതി കെ ഹർ കൺമേം ഛായാവാദി കവി പ്രേം കോ ഢൂണ്ഡത്തെ ഹൈ. പ്രകൃതിയിലെ ഓരോ ഘടകത്തിലും ഛായാവാദി കവികൾ പ്രണയത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. യഹാം നിർച്ചർ കെ മാധ്യം സെ പ്രേം കെ രഹസ്യ കോ ഗോൽനെ കാ പ്രയാസ് കവി കർത്തേ ഹൈ. ഈ കവിതയിലൂടെ പ്രകൃതിയുടെ ഘടകമായ വെള്ളച്ചാട്ടത്തിലൂടെ പ്രണയത്തിൻ്റെ രഹസ്യം വ്യക്തമാക്കാനാണ് കവി ശ്രമിക്കുന്നത്. ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.